Good evening. എല്ലാവർക്കും നമസ്കാരം. മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓഡിയോ വീഡിയോ ഒക്കെ ക്ലിയർ ആണോ? എല്ലാവർക്കും കാണുന്നുണ്ടോ? നമ്മൾ കേരള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് സെറ്റ് എക്സാമിൻ്റെ മാത്തമാറ്റിക്സ് യൂണിറ്റ് വൈസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാണ്. ഇത് പാർട്ട് 3, യൂണിറ്റ് 2-ലെ റിയൽ ആൻഡ് കോംപ്ലക്സ് അനാലിസിസിലെ പാർട്ട് 3 ആണ്. കോംപ്ലക്സ് അനാലിസിസ് നമ്മൾ ഇതുവരെ 2 ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 3-ാമത്തെ ക്ലാസ് ആണ്. നിങ്ങൾ ഈ യൂണിറ്റ് വൈസ് ക്ലാസ്സുകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് ഈ ഒരു മൊഡ്യൂളിലൊക്കെ യൂണിറ്റിലൊക്കെ നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത്. അതുമാത്രം തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാനും പറ്റും. അപ്പോൾ അത് കൃത്യമായിട്ട് എല്ലാവരും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള ജനറൽ പേപ്പറിൻ്റെ ക്ലാസ്സുകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതുപോലെ മാത്തമാറ്റിക്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, മാത്തമാറ്റിക്സിൻ്റെ തന്നെ യൂണിറ്റ് വൈസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഓഡിയോ വീഡിയോ ക്ലിയർ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ചെയ്തപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റിയിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ ചെയ്ത് കറക്റ്റായിട്ട് കാണിച്ചു, പക്ഷേ ഫൈനലി അതൊരു പ്രോബ്ലമായിട്ട് വന്നു. അതുകൊണ്ട് ഇത് നമ്മൾ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഒന്നും കൂടെ ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, VHSC ബേസ്ഡ് ക്ലാസ് നമ്മൾ ഓൾറെഡി HSSTയുടെ ക്ലാസ്സുകൾ കുറേ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ പ്ലേലിസ്റ്റ് ഒക്കെ നോക്കൂ. അപ്പോൾ അതിനകത്ത് ഒരുപാട് ക്ലാസ്സുകൾ HSST ബേസ്ഡ് ഒക്കെ ക്ലാസ്സുകളുണ്ട്. പിന്നെ റെഗുലറായിട്ട് നമ്മൾ അക്കാഡമിയിലാണ് ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ സെറ്റിൻ്റെയും അതുപോലെ തന്നെ HSSTയുടെ ഒക്കെ ക്ലാസ്സുകൾ ഓൾറെഡി നമ്മൾ ചെയ്തത്. അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇവിടെയും നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പോൾ നോക്കുക എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ. നോക്കുക, നമ്മൾ ഓൾറെഡി ചെയ്തതാണ്, എന്നാലും ഒരു മിസ്റ്റേക്ക് വന്നതുകൊണ്ട് നമ്മൾ ഒന്നും കൂടെ കറക്റ്റ് ചെയ്യുന്നു. കഴിഞ്ഞ വീഡിയോയിൽ, അതായത് കോംപ്ലക്സ് അനാലിസിസിന്റെ പാർട്ട് 2-ലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് മിസ്റ്റേക്ക് വന്നത്. നോക്കുക, ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഹൂസ് വെർട്ടിസസ് ആർ തേർഡ് റൂട്ട്സ് ഓഫ് യൂണിറ്റി. തേർഡ് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? 1 ഒമേഗ സ്ക്വയർ. ഇതാണ് ഈ ട്രയാങ്കിളിന്റെ വെർട്ടിസസ്, അല്ലെ? അപ്പോൾ ഈ 1 ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത്, ഇതിനെ നമ്പർ ആക്കി നമുക്ക് അതിനെ എഴുതാൻ പറ്റും. 1 തന്നെയാണ്. ഒമേഗ എന്ന് പറയുന്നത് -1/2 പ്ലസ് i√3/2 ആണ്. അതുപോലെ തന്നെ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1/2 മൈനസ് i√3/2 ആണ്, അല്ലെ? ഈ നമ്പേഴ്സ് ആണ് നമ്മൾ കോർഡിനേറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഈ 1-ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോർഡിനേറ്റ് 10 ആണ്. ഈ ഒമേഗയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോർഡിനേറ്റ് 1/2, -1/2, √3/2 ആണ്. ആൻഡ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ -1/2 ആൻഡ് -√3/2 ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ട്രയാങ്കിൾ ഫോർമുല യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിറ്റർമിനന്റ് ഫോർമുല ഉണ്ടല്ലോ, ആ ഫോർമുല യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അതല്ലെങ്കിൽ ഓരോ സൈഡിന്റെ ലെങ്ത് വെച്ച് നോക്കിയാലും മതി. ഡിറ്റർമിനന്റ് ഫോർമുല എന്ന് പറയുമ്പോൾ 1/2 ഇൻറ്റു x1 y1 x2 y2 x3 y3 ആൻഡ് x1 y1. ഈ ഒരു ഫോർമുലയും നമുക്ക് ഉപയോഗിക്കാം. ഫോർ ദാറ്റ് ദിസ് ഇസ് 1 0 -1/2 √3/2 -1/2 -√3/2 ആൻഡ് 1 0. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ 1/2 ഉണ്ടാവും ഫ്രണ്ടിൽ. എക്സ്പാൻഡ് ചെയ്തോളൂ. ഇത് 1/2 ഇൻറ്റു എന്താണ് കിട്ടുക? 1 ഇൻറ്റു √3/2 -0 എന്ന് വരും. അപ്പോൾ √3/2 എന്ന് കിട്ടും. ഇത് പ്ലസ് അടുത്തത് -1/2 ഇൻറ്റു -√3/2, അതായത് √3/4 എന്ന് വരും. √3/4.
റൂട്ട് 3/4 പ്ലസ് റൂട്ട് 3/4 അല്ലേ, പ്ലസ് റൂട്ട് 3/4 ആണ് വരിക. മൈനസ് ഉള്ളതുകൊണ്ട് ഇത് പ്ലസ് ആയിട്ട് മാറും. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഇസ് മൈനസ് 1/2 ഇൻറ്റു 0, അത് 0 ആയി പോകും. ഇത് പ്ലസ് റൂട്ട് 3/2, പ്ലസ് റൂട്ട് 3/2 വരും. ഓക്കെ, ഇതാണ് നമുക്ക് വാല്യൂ കിട്ടുക. ദിസ് ഇസ് 1/2 ഇൻറ്റു എത്ര റൂട്ട് 3/, ഇവിടെ 4 ആണ് വരിക കേട്ടോ. റൂട്ട് 3/2 പ്ലസ് റൂട്ട് 3/2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? റൂട്ട് 3/4 വരും അല്ലേ. സോറി, റൂട്ട് 3/4 പ്ലസ് റൂട്ട് 3/4 എന്ന് പറഞ്ഞാൽ റൂട്ട് 3/2 വരും. അപ്പൊ ടോട്ടൽ എത്ര റൂട്ട് 3/2 ഉണ്ട്? 3 റൂട്ട് 3/2 ഉണ്ട് അല്ലെ. 3 റൂട്ട് 3/2 വരും. ദാറ്റ് ഇസ് റൂട്ട് 3 റൂട്ട് 3/4 എന്ന് കിട്ടും. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരിക. ഇങ്ങനെ ട്രയാങ്കിൾ ഉപയോഗിച്ച് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതാണ് കിട്ടുക ആൻസർ. പിന്നെ ഈക്വലായിട്ട് ട്രയാങ്കിൾ ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിലും നമുക്ക് ആൻസർ കിട്ടുന്നത് ശരിയായിരിക്കും. കാരണം ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 മൈനസ് -1/2 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് റൂട്ട് 3/2 ദ ഹോൾ സ്ക്വയർ. ഇതാണ് ആദ്യത്തെ ഒരു ഡിസ്റ്റൻസ് കിട്ടുക. ദാറ്റ് ഇസ് എന്താ വരിക? 3/2 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9/4 പ്ലസ് റൂട്ട് 3/2 ദ ഹോൾ സ്ക്വയർ ആകുമ്പോൾ 3/4, 12/4 എന്ന് വരും. ഇറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് 3 എന്നാണ് കിട്ടുക അല്ലെ. ഒരു സൈഡിന്റെ ലെങ്ത് റൂട്ട് 3 ആണ് കിട്ടുക. സെയിം ആസ് അടുത്ത സൈഡിന്റെ ലെങ്ത്തും റൂട്ട് 3 ആണ്, ഈ സൈഡിന്റെ ലെങ്ത്തും റൂട്ട് 3 ആണ്. അപ്പോൾ നമുക്ക് ഏരിയ കിട്ടുന്നത് എന്താണ്? റൂട്ട് 3/4 a സ്ക്വയർ എന്നാണ് എഴുതുന്നത്. ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് 3/4 a സ്ക്വയർ ഇസ് റൂട്ട് 3 ദ ഹോൾ സ്ക്വയർ. അപ്പോഴും 3 റൂട്ട് 3/4 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. നമ്മൾ ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിൽ. അപ്പോൾ അത് കറക്റ്റ് ചെയ്യുക നിങ്ങൾ. ഇത് ഓക്കെ ആണല്ലോ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ റൂട്ട് 3/4 ആയിരുന്നു ആൻസർ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് തെറ്റാണ്. ഇത് കറക്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത വീഡിയോ മീൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കാം. കറക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളത് കറക്റ്റ് ചെയ്ത് വെക്കുക. തെറ്റായിട്ടുള്ളത് പഠിച്ചു പോയത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ദ റിയൽ പാർട്ട് ഓഫ് 1 പ്ലസ് i റൂട്ട് 3/2 ഹോൾ ക്യൂബ്. ഇതിന്റെ റിയൽ പാർട്ട് എന്താണ് എന്നാണ് ചോദ്യം. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. എങ്ങനെ? ഇതിനെ ഡയറക്റ്റ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് റിയൽ പാർട്ട് എന്താണെന്ന് കണ്ടുപിടിക്കാം. അതല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓയിലേഴ്സ് റൂള് അല്ലെങ്കിൽ ഡിമൂവിയസ് ഫോമിലേക്ക് യൂസ് ചെയ്തിട്ട് മോഡിഫൈ ചെയ്തിട്ട് ഇതിനെ നമുക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ആദ്യം ഇതൊരു പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, 1/2 പ്ലസ് i റൂട്ട് 3/2. ഈ ഒരു കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പൈ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്നുള്ള ഫോമിൽ എഴുതിയാൽ ഇതിന്റെ മോഡുലസ് എന്താണ് വരിക? 1 ആണ് വരിക അല്ലെ. 1/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് റൂട്ട് 3/2 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/4 പ്ലസ് 3/4 എന്ന് വരും. അത് 1 ആണ് കിട്ടുക. മോഡുലസ് അവിടെ 1 ആണ്. അപ്പൊ ഇതിന്റെ തീറ്റയും നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. തീറ്റ 1/2 കറസ്പോണ്ടിങ് ആയിട്ട് കോസ് തീറ്റ വരണമെങ്കിൽ അത് കോസ് 30 ആയിരിക്കും. സോറി, കോസ് 60 ആയിരിക്കും. കോസ് π/3 പ്ലസ് ഐ സൈൻ π/3 ആണ് വരിക. ഐ സൈൻ π/3 അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, e റേസ് ടു π/3i എന്ന് എഴുതാം അല്ലെ. ഇനി ഇതിന്റെ ഹോൾ ക്യൂബ് ആണ് നമ്മൾ എഴുതേണ്ടത്. ആ ഹോൾ ക്യൂബ് എഴുതുമ്പോൾ എന്ത് കിട്ടും നോക്കി. ഓക്കെ, ഹോൾ ക്യൂബ് ഇസ് ഇവിടെ തന്നെ നേരിട്ട് നമുക്ക് എഴുതാം, കോസ് π/3 പ്ലസ് ഐ സൈൻ π/3 ദ ഹോൾ ക്യൂബ്. ഡിമൂവിയസ് ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഈ 3 ഏതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും? π/3യുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? കോസ് 3π/3 എന്ന് പറയുമ്പോൾ π/3 പ്ലസ് ഐ സൈൻ 3π/3 എന്ന് പറയുമ്പോൾ അഗെയിൻ പൈ എന്ന് കിട്ടും അല്ലെ. കോസ് പൈ പ്ലസ് ഐ സൈൻ പൈ എന്നാണ് കിട്ടുക. ആൻഡ് ദിസ് ഇസ് -1 പ്ലസ് ഐ ഇൻറ്റു 0 ദാറ്റ് ഇസ് ഈക്വൽ ടു -1 എന്നാണ് നമുക്ക് ഈ ഒരു കോംപ്ലക്സ് നമ്പറിനെ കിട്ടുക. അപ്പൊ ഇതിന്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റിയൽ പാർട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഇസ് -1. റിയൽ പാർട്ട് ഇസ് -1. ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ഇങ്ങനെ ചെയ്യാം. അതല്ല എങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a പ്ലസ് ബി ദ ഹോൾ ക്യൂബിന്റെ എക്സ്പാൻഷൻ ഉപയോഗിച്ചാൽ മതി. ഈ 1/2 പുറത്തേക്ക് എടുക്കുക. 1/2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1/8 വരും. ഇനി a പ്ലസ് ബി ഹോൾ ക്യൂബ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 ക്യൂബ് പ്ലസ് 3 ഇൻറ്റു 1 സ്ക്വയർ ഇൻറ്റു ഐ റൂട്ട് 3 പ്ലസ് 3 ഇൻറ്റു 1 ഇൻറ്റു ഇതിന്റെ സ്ക്വയർ. ഇതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ -3 എന്ന് വരും അല്ലെ. -3 എന്നിട്ട് പ്ലസ് പിന്നെ ഐ റൂട്ട് 3യുടെ ക്യൂബ് ദാറ്റ് ഇസ് -i ഇൻറ്റു 3 റൂട്ട് 3 എന്ന് വരും. ഓക്കെ, ഇങ്ങനെയാണ് കിട്ടുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 3 റൂട്ട് 3 മൈനസ് ഐ 3 റൂട്ട് 3 പ്ലസ് ഐ 3 റൂട്ട് 3 ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ ബാലൻസ് വരുന്നത് 1 -9/8 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു -8/8 എന്ന് കിട്ടും. ഇറ്റ് ഇസ് അഗെയിൻ -1. ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. ഇങ്ങനെ ചെയ്താലും ഇതിന്റെ ആൻസർ വരുന്നത് -1 ആണ്. അപ്പോൾ റിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. നമുക്ക് ആൻസർ നേരിട്ട് എഴുതാം. ഇനി ഇതല്ലാതെയും വേറെയും വഴികളുണ്ട് അല്ലെ. ഇതല്ലാതെയും വേറെയും വഴികളുണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. ഏതാണ്?
ഒമേഗ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഒമേഗ സ്ക്വയർ, ഒമേഗ ക്യൂബ് ഒക്കെ വെച്ച് നമുക്ക് അങ്ങനെയും നമുക്ക് ചെയ്യാം. ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണമൊക്കെ നിങ്ങൾ നോക്കി വെക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇഫ് ആർ തീറ്റ is a polar representation of the complex number 1 plus I root 2 by 2, then R is equal to, R എന്താണ് ചോദ്യം. R തീറ്റ എന്ന് പറയുന്നത് ഈ കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ ഫോം ആണ്. 1 by 2 പ്ലസ് I root 2 by 2 പോളാർ ഫോമിൽ വരുന്നതാണ് ആറും തീറ്റയും. അപ്പൊ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡുലസ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ ആണ്, നമുക്കറിയാലോ. അപ്പൊ മോഡുലസ് കണ്ടുപിടിക്കാനുള്ള ഫോമിൽ എന്താണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്, അല്ലെ? ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 by 2 the whole square plus root 2 by 2 the whole square. അപ്പൊ എന്താ കിട്ടുക നോക്കി നോക്കൂ. റൂട്ട് ഓഫ് 1 by 4 പ്ലസ് 2 by 4, അല്ലെ? അതായത് 3 by 4 എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3 by 4 എന്ന് വരും. ദാറ്റ് ഇസ് റൂട്ട് എടുക്കുമ്പോൾ റൂട്ട് 3 by 2 എന്ന് നമുക്ക് കിട്ടും ആൻസർ. ആറ് എന്താണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആണ്. നിങ്ങൾ കമന്റ് ചെയ്യുന്നത് ആർ ഇസ് റൂട്ട് 3 by 2. ക്ലിയർ അല്ലേ? കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് ആണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല ആർ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4. ലെറ്റ് E1, E2, E3, E4 and E5 be the fifth roots of unity. These are the fifth roots of unity. Then modulus E1 plus E2 plus E3 plus E4 plus E5 is equal to. നമുക്ക് എന്ത് പഠിക്കണം? ഇങ്ങനെ ഒരു വാല്യൂ പഠിച്ചു വെക്കുക. ഇഫ് ആൽഫ alpha 1, alpha 2, etc. alpha n are nth roots of unity, then their sum is 0 എന്ന് പഠിച്ചു വെച്ചോളൂ. ഓക്കെ, their sum is 0 if n is greater than or equal to 2. n 2 2-നേക്കാൾ വലുതോ ആണെങ്കിൽ, അതായത് സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതോ അതിനേക്കാളും വലുതോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിന്റെ സം എന്താണ്? 0 ആണെന്ന് പറയാം. അപ്പൊ സം ഓഫ് nth റൂട്ട്സ് ഓഫ് യൂണിറ്റി, സം ഓഫ് nth റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും എന്താണ്? 0 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ 1 പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. 1 പ്ലസ് ഐ പ്ലസ് മൈനസ് ഐ പ്ലസ് -1 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്, അല്ലെ? ഇതൊക്കെ എന്താണ്? ഫോർത്ത് റൂട്ട് ഓഫ് യൂണിറ്റി ആണ്. അപ്പൊ ഈ വാല്യൂസിന്റെ ഒക്കെ മോഡുലസ്, 0 എടുത്തിട്ട് അതിന്റെ മോഡുലസ് എടുക്കുമ്പോഴും യു വിൽ ഗെറ്റ് 0. അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ ഓപ്ഷൻ എ ആണ്. ഓക്കെ, ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. സം ഓഫ് ഫിഫ്ത്ത് റൂട്ട്സ് ഓഫ് യൂണിറ്റി അല്ലെങ്കിൽ സം ഓഫ് nth റൂട്ട്സ് ഓഫ് യൂണിറ്റി ഈസ് ഓൾവേസ് 0. ഓക്കെ, ക്ലിയർ ആണേ? സംശയങ്ങളില്ലാതെ പഠിച്ചു വെക്കുക. നാലാമത്തെ ചോദ്യമാണ് നമ്മൾ പറഞ്ഞത്. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ലെറ്റ് gamma be the circle mod z is equal to 2. Then what is 1 by 2 pi I integral over gamma sin z by z minus pi by 2. എന്താണ് ഇതിന്റെ വാല്യൂ എന്നാണ് ചോദ്യം. ഇവിടുത്തെ സർക്കിൾ ഗാമ എന്ന് പറയുന്ന ആ റീജിയൻ എന്താണ്? മോഡ് z is equal to 2 ആണ്. ഓക്കെ, മോഡ് z equal to 2 ആണ്. ശരിയല്ലേ? അപ്പോ നമ്മുടെ സിംഗുലാരിറ്റി നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിനോമിനേറ്റർ z minus pi by 2 equal to 0 എന്നാണ് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? z is equal to pi by 2 എന്ന് കിട്ടും. ആ pi by 2 നമ്മൾ ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ മോഡ് pi by 2 എന്ന് പറയുന്നത് എന്തായിട്ടാ കിട്ടുക? 3.14 ആണ് പൈ എന്ന് പറയുന്നത്. അതിന്റെ പകുതി, അത് ഒബിയസ്ലി ലെസ് ദാൻ 2 ആണ്, അല്ലെ? അപ്പൊ അത് ഇൻസൈഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. ശരിയല്ലേ? ഇൻസൈഡ് ആണെങ്കിൽ നമുക്ക് റെസിഡ്യൂ തിയറമോ അല്ലെങ്കിൽ കോഷീസ് ഇന്റഗ്രൽ ഫോർമുലയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇന്റഗ്രൽ ഫോർമുല നമ്മൾ ഉപയോഗിക്കുന്നത് വിചാരിക്കൂ. 1 by 2 pi I into integral sin z by z minus pi by 2 tz is equal to ഇന്റഗ്രൽ ഫോർമുല ഉപയോഗിച്ചാൽ 1 by 2 pi I into ഇന്റഗ്രൽ ഫോർമുലയിൽ എന്തുണ്ട്? ഒരു 2 pi I ഉണ്ട്, അല്ലെ? ഇൻറ്റു എഫ് ഓഫ് z നോട്ട്. എഫ് ഓഫ് z നോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എഫ് ഓഫ് z എന്ന് പറഞ്ഞാൽ ഇവിടെ സൈൻ z ആണ്. സൈൻ pi by 2 എന്ന് എഴുതാൻ പറ്റും. Now we can cancel these two pi i's and sin pi by 2 is 1. അപ്പോൾ വാല്യൂ എന്താണ് വരിക? സൈൻ pi by 2 ആണ് വരിക. ഇറ്റ് ഇസ് 1. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് കേട്ടോ. കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക, തെറ്റിക്കരുത്. നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ. ആൻസേഴ്സ് കിട്ടുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റ്സ് അതുപോലെ ലൈക്ക് ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഹെൽപ്ഫുൾ ആണ് എന്നുള്ളതിൽ നമുക്കൊരു എന്താ പറയുക, ഒരു തെളിവ് അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയില്ലേ,
അപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യാതെ നിങ്ങൾ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ലല്ലോ, റെസ്പോൺസ് കിട്ടില്ലല്ലോ. അതാണ്. ആറാമത്തെ ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6. ഇമാജിനറി പാർട്ട് ഓഫ് 1 + i√3 all raised to 6. തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത അതേ കാറ്റഗറിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 + i√3 all raised to 6ന്റെ ഇമാജിനറി പാർട്ട് എന്താണ് എന്നാണ് ചോദ്യം. എന്താണ് ഇതിന്റെ ഇമാജിനറി പാർട്ട്? എങ്ങനെയാണ് ഇതിന്റെ ഇമാജിനറി പാർട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? ഇമാജിനറി പാർട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ എന്തുമായിട്ട് കണക്ട് ചെയ്യാം? പോളാർ ഫോമുമായിട്ട് കണക്ട് ചെയ്യാം അല്ലെ. ഇതിന്റെ പോളാർ ഫോമുമായിട്ട് കണക്ട് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഒമേഗയായിട്ട് കണക്ട് ചെയ്തിട്ടും വളരെ ഈസി ആയിട്ട് ഇതിന് നമുക്ക് ഒമേഗയായിട്ടോ ഒമേഗ² ആയിട്ടോ കണക്ട് ചെയ്യാം. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒമേഗ ഈസ് -1/2 + i√3/2 ആണ് ഒമേഗ. What about omega²? omega² എന്ന് പറഞ്ഞാൽ -1/2 - i√3/2 ആണ്. ശരിയല്ലേ? അപ്പൊ ഇവിടെ നോക്കൂ, നമ്മുടെ കോംപ്ലക്സ് നമ്പർ, നമുക്ക് തന്നിട്ടുള്ള കോംപ്ലക്സ് നമ്പർ 1 + i√3 ആണ് അല്ലെ. ഈ കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് ഏതുമായിട്ടാണ് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക? ഒമേഗ² ആക്കി മാറ്റാൻ പറ്റും അല്ലെ. ഒമേഗ² ആക്കി മാറ്റാൻ പറ്റും ബൈ മൾട്ടിപ്ലൈയിങ് വിത്ത് -2 ആൻഡ് ഡിവൈഡിങ് വിത്ത് -2. എന്താണ് സംഭവിക്കുക? -2, ഇവിടെ -2 ഉണ്ടാവും. -2 ഇൻറ്റു -1/2 + i√3/2. സോറി, പ്ലസ് അല്ല, -i√3/2 എന്ന് വരും. ശരിയല്ലേ? ഓക്കെ, ഇങ്ങനെ കിട്ടും. ദാറ്റ് ഈസ് -2 ഇൻറ്റു ഇതിനെ നമുക്ക് എന്ത് എഴുതാം? ഒമേഗ² എന്ന് എഴുതാം. അപ്പൊ നമ്മുടെ കോംപ്ലക്സ് നമ്പർ, ആക്ച്വലി നമ്മുടെ കോംപ്ലക്സ് നമ്പർ ഇതായിരുന്നു. പക്ഷെ നമ്മൾ അതിനെ എന്താക്കി മാറ്റി? -2 ഒമേഗ² ആക്കി മാറ്റി. അപ്പൊ നമ്മുടെ 1 + i√3 all raised to 6 എന്ന് പറയുന്നത് എന്തായിരിക്കും? -2 ഇൻറ്റു ഒമേഗ² all raised to 6 ആയിരിക്കും. ദാറ്റ് മീൻസ് -2 raised to 6 ഇൻറ്റു ഒമേഗ² all raised to 6. ഒമേഗ² all raised to 6 എന്ന് പറഞ്ഞാൽ ω⁻12 അല്ലെ. -2 raised to 6 ഇൻറ്റു ω⁻12. ഈ ഒമേഗയുടെ പവർ 3ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഇറ്റ് ഇസ് 0 അല്ലെ. സോറി, ഇറ്റ് ഇസ് 1, ഓൾവേസ് 1. അപ്പൊ -2 all raised to 6 ഇൻറ്റു 1 എന്നാണ് വരിക. ബിക്കോസ് ω⁻3n is always 1. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ നിന്ന് എന്ത് കിട്ടും നമുക്ക്? -2 raised to 6. 2 raised to 6 എന്ന് പറഞ്ഞാൽ 64 എന്ന് കിട്ടും അല്ലെ. 2 raised to 6 is 64. അപ്പൊ ഇതിന് എന്തില്ല? ഇമാജിനറി പാർട്ട് ഇല്ല. അപ്പൊ ഇമാജിനറി പാർട്ട് എന്താണ്? ഇമാജിനറി പാർട്ട് ഇസ് 0. ഇമാജിനറി പാർട്ട് 0 ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ക്ലിയർ ആയോ? സംഭവം മനസ്സിലായോ? ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ഒമേഗയായിട്ട് കണക്ട് ചെയ്തിട്ട് ചെയ്യണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് ഇതിനെ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാം. 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം രണ്ട് സ്ഥലത്തും. അപ്പോൾ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ആവും. അങ്ങനെ ചെയ്യാം. അതല്ല എങ്കിൽ ഇത് എക്സ്പാൻഡ് ചെയ്യാം. ബൈനോമിയൽ തിയറം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോഴും കിട്ടുന്ന വാല്യൂ ഇതൊക്കെ തന്നെയാണ്. ഇമാജിനറി പാർട്ട് ഇതിൽ ഉണ്ടാവില്ല. ഇറ്റ് ഇസ് പ്യുവർലി റിയൽ നമ്പർ. ഓക്കെ, അപ്പോൾ 0 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഏഴാമത്തെ ചോദ്യം നോക്കുക. ദ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് ദ സീരീസ് n² സിഗ്മ n² z raised to n. സിഗ്മ n² z raised to n എന്ന് പറയുന്ന സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ്. ഇത് z raised to n നോർമൽ ആയിട്ട് വരുന്ന ഒരു പവർ സീരീസ് ആണ്. z raised to n ആയതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് z raised to n-ന്റെ പകരം അവിടെ 2n-ഓ n²ഓ n/2 അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ആ ഒരു z-ന്റെ എക്സ്പ്രഷനും കൂടെ സെലക്ട് ചെയ്തിട്ട് എന്താ പറയുക, റേഷ്യോ ടെസ്റ്റോ റൂട്ട് ടെസ്റ്റ് ഒക്കെ ഉപയോഗിക്കേണ്ടത്. ഇവിടെ z raised to n ആയതുകൊണ്ട് നത്തിങ് ഡിഫറൻസ് ഇല്ല, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. വി ക്യാൻ ഡയറക്ട്ലി റൈറ്റ് an as n², an plus 1 as n plus 1 the whole square. That is radius of convergence 1/r is equal to limit n tends to infinity an plus 1 by an. ശരിയല്ലേ? That is equal to limit n tends to infinity an plus 1 is n plus 1 the whole square divided by an is n². And what about its limit? ഇതിന്റെ ലിമിറ്റ് നോക്കാം. എങ്ങനെയാണ് നമ്മൾ n tends to infinity പോളിനോമിയലിന് ലിമിറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ അതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഹയസ്റ്റ് ഡിഗ്രി ടേം ഇൻ ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ നോക്കുക. എന്നിട്ട് അതിന്റെ കോഎഫിഷ്യന്റ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ലിമിറ്റ് ആയി. അപ്പോൾ ഇവിടെ n² ആണ് മുകളിലത്തെ ഹയസ്റ്റ് ഡിഗ്രി ടേം. അതേ ഹയസ്റ്റ് ഡിഗ്രി ടേം എന്ന് പറയുന്നത് താഴെയും വരുന്നത്. രണ്ടിനെയും കോഎഫിഷ്യന്റ് എന്താണ്? 1 ആണ്. അപ്പോൾ 1/1 which is 1 എന്ന് കിട്ടും അല്ലെ. അപ്പോൾ 1/r is 1. That implies r is again 1. Radius of convergence എന്ത് തന്നെയാണ് വരുന്നത്? 1 തന്നെയാണ് വരുന്നത് അല്ലെ. യെസ്, കറക്റ്റ് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഓക്കെ അല്ലേ? ഇതാണ് ഏഴാമത്തെ ചോദ്യം. എട്ടാമത്തെ ചോദ്യം നോക്കാം.
the residue of e raised to z by z minus 1 the whole cube at z equal to 1 is residue കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. അപ്പോൾ എന്താണ് റെസിഡ്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്? റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് z at z equal to 1 is equal to ഇതെന്താണ്? z equal to 1 is a pole of order 3. z equal to 1 is a pole of order 3 ആണ് അല്ലേ? pole of order 3 ആവുമ്പോൾ നമ്മൾ എന്തെങ്കിലും കണ്ടുപിടിക്കും? 3 minus 1 factorial, that is 2 factorial into limit z tends to 1 into d square by dz square into z minus 1 the whole cube e raised to z by z minus 1 the whole cube അല്ലേ? ഇതിലെ z minus 1 whole cube കട്ടായി പോവും. e raised to z നെ നമ്മൾ രണ്ട് പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. e raised to z ന്റെ ഡെറിവേറ്റീവ് രണ്ട് പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താലും you will get e raised to z തന്നെയാണ്. limit z tends to 1. That is equal to e raised to 1 by 2 factorial. e by 2 factorial നമുക്ക് എഴുതാം അല്ലേ? e by 2 factorial is option C. കറക്റ്റ് അല്ലേ? യെസ്, കറക്റ്റ് ആണ്. ഗുഡ്. എട്ടാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്തത്. ഒൻപതാമത്തെ ചോദ്യം നോക്കാം. Which among the following statements are true about the complex number z equal to 1 plus 2i? Which among the following is true about the complex number z equal to 1 plus 2i? 1 plus 2i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ചോദ്യം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. മോഡ് ഇ റേസ് ടു സെഡ് ഇസ് ഈക്വൽ ടു ഇ. ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് മോഡ് ഇ റേസ് ടു സെഡ് എന്ന് പറഞ്ഞാൽ എന്താ? 1 plus 2i ആണ് അല്ലെ? അതിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? ഇ റേസ് ടു 1 into ഇ റേസ് ടു 2i. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഇ ഇൻറ്റു മോഡ് ഇ റേസ് ടു 2i എന്ന് പറഞ്ഞാൽ എന്താ വരിക? അത് 1 ആണ് അല്ലെ? അപ്പോൾ ദിസ് ഇസ് ഇ. അപ്പോൾ അത് ഇ ആണ്. അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. 1 കറക്റ്റ് ആണ്. 1 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ ആണോ ബി ആണോ ഡി ആണോ നോക്കണം. സി അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ദെൻ അടുത്ത ബി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? എന്താണ് ഇ റേസ് ടു സെഡ് എന്ന് പറഞ്ഞാൽ? ഇ റേസ് ടു സെഡിന്റെ മോഡുലസ് നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? ഇ ആണ് കിട്ടിയത് അല്ലെ? മോഡ് ഇ റേസ് ടു സെഡ് ഇസ് ഇ നമുക്ക് കിട്ടി. വാട്ട് അബൌട്ട് ഇ റേസ് ടു മൈനസ് സെഡ്? ഇ റേസ് ടു മൈനസ് സെഡ് അതിന്റെ മോഡുലസ് എടുക്കാന്ന് വിചാരിക്കും. ഇ റേസ് ടു മൈനസ് സെഡ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് 1 മൈനസ് 2i അല്ലെ? ദാറ്റ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2i എന്ന് വരും അല്ലെ? ദാറ്റ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 1 ഇൻറ്റു മോഡ് ഇ റേസ് ടു മൈനസ് 2i എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 1. മോഡ് ഇ റേസ് ടു 2i എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് 1 തന്നെയാണ് അല്ലെ? അപ്പൊ ഇ റേസ് ടു മൈനസ് 1 ആണ് നമുക്ക് കിട്ടുക. അവിടെ മോഡ് ഇ റേസ് ടു സെഡും മോഡ് ഇ റേസ് ടു മൈനസ് സെഡും എന്തല്ല? ഈക്വൽ അല്ല. ഒന്ന് ഇയും ഒന്ന് 1/u ആണ്. അപ്പൊ ഓപ്ഷൻ മീൻസ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ മനസ്സിലായി എന്താണ്? 1ഉം ഓപ്ഷൻ എയും ശരിയല്ല എന്ന് മനസ്സിലായി. ഇനി ഓപ്ഷൻ ബി ഉണ്ട്, ഓപ്ഷൻ ഡി ഉണ്ട്. 1 ഓൺലി ആണോ ശരി എന്നുള്ളത് നമുക്ക് നോക്കണം. അതിന് വേണ്ടിയിട്ട് സി നോക്കാം. സിയിൽ സെഡ് സ്ക്വയർ പറയുന്നുണ്ട്. എന്താണ് സെഡ് സ്ക്വയർ നോക്കൂ? 1 plus 2i the whole square. That is equal to 1 square plus 2 into 2i plus 2i the whole square. എന്താ വരിക നോക്കി നോക്കൂ? 1 plus 4i minus 4 എന്ന് വരും അല്ലെ? That is equal to minus 3 plus 4i എന്ന് കിട്ടും. ഇതാണ് സെഡ് സ്ക്വയർ. അപ്പൊ അതിന്റെ മോഡുലസ് ആണ് ഇനി നോക്കേണ്ടത്. ഇ റേസ് ടു സെഡ് സ്ക്വയറിന്റെ മോഡുലസ്. That is equal to ഇ റേസ് ടു മൈനസ് 3 plus 4i ന്റെ മോഡുലസ് എന്താണ് വരിക? ഇ റേസ് ടു മൈനസ് 3 അല്ലേ വരിക? ദാറ്റ് ഇസ് 3യും കറക്റ്റ് ആണ്. അപ്പൊ ഏതൊക്കെ കറക്റ്റ് ആണ്? 1 and 3. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദ ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് ആർ 1 and 3. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കാം. The set k equal to set of all cos theta plus I sin theta 0 less than or equal to theta less than or equal to pi represents എന്തിനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഇത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ ഇത് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എക്സ് ഈക്വൽ ടു കോസ് തീറ്റ ആൻഡ് വൈ ഈക്വൽ ടു സൈൻ തീറ്റ എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ, അല്ലെങ്കിൽ മോഡ് സെഡ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന സർക്കിളിനെയാണ് റെപ്രസെന്റ് ചെയ്യുക അല്ലെ? മോഡ് സെഡ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് സർക്കിൾ ആണ്. അവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. തീറ്റയുടെ വാല്യൂ വാരി ചെയ്യുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π ആണ്. അങ്ങനെ ആണെങ്കിൽ അതൊരു സർക്കിൾ ആണ്, ശരിയല്ലേ? പക്ഷെ നമ്മളോട് ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? തീറ്റ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ്
an upper half of a unit circle. അല്ലേ? അതെന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? 0 less than or equal to theta less than or equal to pi എന്ന് പറയുമ്പോൾ ഇവിടെ 0 ഇവിടെ pi. ഈ ഒരു പോർഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. ആൻഡ് ഒബിയസ്ലി ഇത് മോഡ് സെറ്റ് ഇസ് ഈക്വൽ ടു 1 ആണ് വന്നിട്ടുള്ളത് അല്ലെ. അതുകൊണ്ട് തന്നെ സർക്കിൾ ആണ് നമുക്ക് മനസ്സിലായി, യൂണിറ്റ് സർക്കിൾ ആണെന്ന് മനസ്സിലായി. അതിന്റെ അപ്പർ ഹാഫ് മാത്രമേ വരുള്ളൂ. Therefore k represents the upper half of unit circle. Upper half of unit circle. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. നിങ്ങൾ കമന്റ് ചെയ്യുന്നത് കറക്റ്റ് ആണ്. Okay, this is question number 10. Then next one, question number 11. Nuka, integral over mod z equal to 2 e raised to z by z minus 1 the whole square. We need to find the integral of this value, or we have to calculate this integral. For that, our region is mod z is equal to 2. We will check the singularity. We'll equate denominator into 0. Mod z minus 1 the whole square is equal to 0. Z minus 1 is equal to 0. Z equal to 1, which lies inside mod z is equal to 2, isn't it? Therefore, the singularity is inside C. Therefore, z equal to 1 is a pole of order 2. The pole of order 2 ആണ്. Therefore, we need to find its value, or we need to find the residue of f of z at z equal to 1. That is equal to 1 by 2 minus 1 factorial into limit z tends to 1 d by dz of z minus 1 the whole square into e raised to z by z minus 1 the whole square. You can cancel these two z minus 1 whole squares, and the value will be while applying the limit, you will get e raised to 1. E is the residue. Therefore, the value of the integral over mod z is equal to 2 e raised to z by z minus 1 the whole square dz is 2 pi I into sum of residues, it is e. Therefore, it is answer is 2 pi I e. 2 pi I is the answer. Option B ആണ് correct ആയിട്ടുള്ള ആൻസർ വരുന്നത്. ശരിയല്ലേ? ഓക്കെ, യെസ്. 11ാമത്തെ ചോദ്യമാണ് നമ്മളിപ്പോൾ ചെയ്ത്. 12ാമത്തെ ചോദ്യം നോക്കാം. 12th question. The radius of convergence of the power series n square z raised to n by n factorial. Sigma n from 0 to infinity n square z raised to n by n factorial. Here, ഇവിടെയും എന്ത് തന്നെയാണ്? Z raised to n ആണ് വന്നിട്ടുള്ളത്. Therefore, we can directly write the formula 1 by r is equal to limit n tends to infinity. 1 by r is equal to limit n tends to infinity an plus 1 divided by an. And from this, what is an? An is n square by n factorial, and an plus 1 is n plus 1 the whole square by n plus 1 factorial, isn't it? Therefore, this is equal to limit n tends to infinity. An plus 1 is n plus 1 the whole square divided by n plus 1 factorial into reciprocal multiplication. You will get n factorial by n square, isn't it? We can cancel this n plus 1 factorial. We can expand n plus 1 factorial as n plus 1 into n factorial. അപ്പോൾ നമുക്ക് n factorial cancel ചെയ്ത് കളയാം. Balance there will be n plus 1. മുകളിൽ n plus 1 whole square ഉണ്ട്. അതൊന്നും നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കളയാം. നമുക്ക് കിട്ടുന്ന ലിമിറ്റ് എങ്ങനെയായിരിക്കും? ലിമിറ്റ് n tends to infinity. മുകളിലുള്ള ഒരു n plus 1 ഉണ്ടാവും, താഴെ ഒരു n square ഉണ്ടാവും. And what about its limit? ഇവിടെ മുകളിൽ n square ഇല്ലാത്തതുകൊണ്ട് we need to write 0 n square plus n plus 1 divided by n square, and its limit will be 0. അല്ലേ? n square കോഎഫിഷ്യൻസ് ആണ് ഡിവൈഡ് ചെയ്യുന്നത്. 0 by 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 0 ആണ് കിട്ടുക. ശരിയല്ലേ? അപ്പോൾ 1 by r is 0. That implies r is its reciprocal 1 by 0. 1 by 0 is infinity. 1 by 0 is infinity. Therefore, radius of convergence is infinity. Radius of convergence is infinity. Clear അല്ലേ? ഇതാണ് 12ാമത്തെ ചോദ്യം. 13ാമത്തെ ചോദ്യം നോക്കാം. Which of the following is not an analytic function on the open disk? On the unit open disk. Open unit disk കേട്ടോ. അതിനകത്ത് അനലിറ്റിക് അല്ലാത്ത ഫംഗ്ഷൻ ഏതാണെന്നാണ് ചോദ്യം. f of z equal to sin z, f of z is equal to z by 2 plus z, f of z is equal to mod z, and f of z is equal to e raised to 1 plus z.
ഇവിടെ എവിടെയാണ് ഈ ഫംഗ്ഷൻ യൂണിറ്റ് ഓപ്പൺ ഡിസ്കിൽ അനലിറ്റിക് അല്ലാതെ വരുന്നത്? ഏത് ഫംഗ്ഷൻ ആയിരിക്കും? ക്യാൻ യു ഗസ്? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇത് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേ. ഇതിന്റെ ആൻസർ അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേ. നിങ്ങൾ കമന്റ് ചെയ്തിട്ട് ഞാൻ ആൻസർ പറയാം. The function which is not analytic in a unit open disk. എല്ലാവരും കമന്റ് ചെയ്തോളൂ. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തോളൂ. Which is not analytic. Which is not analytic in a open disk. ശ്രീലേഖ സി കമന്റ് ചെയ്തിട്ടുണ്ട്. ബീന ബി കമന്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും വെറുതെ ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. വെറുതെ ഒന്ന് ഗസ് ചെയ്താലും മതി. ഏതാണ് വരിക? വേറെ ആരും കമന്റ് ചെയ്യുന്നില്ല. ഓപ്ഷൻ സി ഈസ് ദ ആൻസർ അല്ലെ? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ. നോട്ട് അനലിറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷൻ. അഞ്ജന എ, ധനലക്ഷ്മി ബി ഒക്കെയാണ് കമന്റ് ചെയ്തിരിക്കുന്നത്. നോട്ട് അനലിറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. അനലിറ്റിക് അല്ലാത്ത ഫംഗ്ഷൻ ഇൻ ആൻ ഓപ്പൺ ഡിസ്ക്. ഈ ബി എന്ന് പറഞ്ഞത് അനലിറ്റിക് ആയിരിക്കും, കാരണം ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ അല്ലേ? ഇത് ഡിഫറൻഷ്യബിൾ ആണ് അല്ലെ? ഇത് ഡിഫറൻഷ്യബിൾ ആണ്. z tends to 0, ഇതിന്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യും. z equal to 2 എന്ന് പറഞ്ഞാൽ സിംഗുലാരിറ്റി ആണ്. z equal to -2 is a singularity which is outside this unit disk. Therefore it's analytic function. It's an analytic function അല്ലെ? അനലിറ്റിക് ഫംഗ്ഷൻ ആണ് ബി. ഓക്കെ, ബി ആണ് കുറച്ച് പേര് കൂടുതൽ കമന്റ് ചെയ്തേക്കുന്നത്. ബി അനലിറ്റിക് ആണ്. ഇവിടെ മോഡ് സെറ്റ് അനലിറ്റിക് അല്ല എന്ന് പറയാൻ കാരണം എന്താ? മോഡ് സെറ്റിന്റെ ഗ്രാഫ് എങ്ങനെയാണോ നമ്മൾ വരയ്ക്കുന്നത്? ഇങ്ങനെയല്ല വരയ്ക്കുന്നത്. മോഡ് സെറ്റ് ഇസ് മോഡ്ലെസ് ഫംഗ്ഷൻ. Modulus function is not differentiable at 0. Not differentiable at z equal to 0. Open disk ലാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓപ്പൺ ഡിസ്ക് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഓപ്പൺ ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഇതല്ലേ സാധനം അല്ലെ? ഈ ഒരു റീജിയൻ മൊത്തമായിട്ട് വരില്ലേ? ഈ റീജിയനിലെ എല്ലാ പോയിന്റിലും ഈ പറഞ്ഞ മോഡ് സെറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു മോഡ് സെറ്റ് അനലിറ്റിക് ആണോ? അല്ല. നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് z equal to 0. Therefore f of z is equal to mod z is not analytic at z equal to 0. Therefore we can say that it is not analytic in the open disk, in the open unit disk അല്ലെ? ഓപ്പൺ യൂണിറ്റ് ഡിസ്കിൽ ഇത് അനലിറ്റിക് അല്ല എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. മറ്റ് ഫംഗ്ഷൻസ് ഒക്കെ അനലിറ്റിക് ആണ്. ഓപ്പൺ യൂണിറ്റ് ഡിസ്ക് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ മറ്റെല്ലാ ഫംഗ്ഷൻസും അനലിറ്റിക് ആണ് അല്ലെ? സൈനും കോസും ഒക്കെ അനലിറ്റിക് ആണ്. ഇ റേസ് ടു സെഡ് ഡിഫറൻഷ്യബിൾ ആണ്, എക്സിസ്റ്റ് ചെയ്യും. ഇ റേസ് ടു 1 പ്ലസ് സെഡ് എക്സിസ്റ്റ് ചെയ്യും. അത് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് ബൈ 2 പ്ലസ് സെഡും അനലിറ്റിക് ആയിട്ട് തന്നെയാണ് വരിക. ഓക്കെ, അപ്പൊ അനലിറ്റിക് അല്ലാത്തത് ഓപ്ഷൻ സി മാത്രമാണ് കേട്ടോ. കറക്റ്റ് ആയി പഠിക്കാം. 14ാമത്തെ ചോദ്യം നോക്കുക. ഗാമ ഓഫ് ടി ഈസ് ഈക്വൽ ടു 2 ഇ റേസ് ടു ഐ ടി. 2 ഇ റേസ് ടു ചെയ്യാം. കോഷി റൈമാൻ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടും ചെക്ക് ചെയ്യാം. കോഷി റൈമാൻ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അവിടെ മോഡ് സെറ്റില് z ഈക്വൽ ടു 0 എന്തായിട്ട് കിട്ടില്ല? അനലിറ്റിക് ആയിട്ട് കിട്ടില്ല അല്ലെ? ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്ത പോലെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ള ആ കേസും കിട്ടും അവിടെ. ഓക്കെ, ദെൻ ഇവിടെ ഗാമ ഓഫ് ടി എന്ന് പറയുന്നത് 2 ഇ റേസ് ടു ഐ ടി ആണ്. ആൻഡ് ടി ഈസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 പൈ. ദെൻ ദ വാല്യൂ ഓഫ് 1 ബൈ 2 പൈ ഐ ഇന്റഗ്രൽ ഓവർ ഗാമ 3z plus 1 by z into z minus 1 dz എന്നാണ് ചോദ്യം. എന്തായിരിക്കും ഇവിടെ നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത്? മോഡ് z is equal to 2 ആണ് അല്ലെ? ദിസ് ഇസ് എ സർക്കിൾ വിത്ത് റേഡിയസ് 2. ഓക്കെ, സർക്കിൾ വിത്ത് റേഡിയസ് 2 ആണത്. ആൻഡ് ഇവിടെ നമ്മുടെ സിംഗുലർ പോയിന്റ്സ് പറഞ്ഞാൽ z into z minus 1 equal to 0 കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് z equal to 0യും z equal to 1ഉം. അത് രണ്ടും എവിടെയാണ്? ഇൻസൈഡ് ആണ്. ഇൻസൈഡ് മോഡ് z is equal to 2 ആണ് അല്ലെ? അപ്പൊ രണ്ടിനും നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും? റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ വരിക? ലിമിറ്റ് z ടെൻസ് ടു 0, z കട്ട് ചെയ്ത് പോയിട്ട് ബാക്കി വരുന്നത് 3z plus 1 by z minus 1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 കിട്ടും. ഓക്കെ, ദെൻ അടുത്തത് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് z ഈക്വൽ ടു 1 എന്തായിരിക്കും വരിക? ലിമിറ്റ് z ടെൻസ് ടു 1, z minus 1 കട്ട് ചെയ്ത് പോയിട്ട് 3z plus 1 by z എന്ന് വരും. അതിനകത്ത് നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദിസ് ഇസ് 3 plus 1 by 1, ഇറ്റ് ഇസ് 4 എന്ന് കിട്ടും അല്ലെ? അപ്പൊ സം ഓഫ് റെസിഡ്യൂ എന്താ വരിക? സം ഓഫ് റെസിഡ്യൂ ഇസ് -1 plus 4 which is equal to 3 എന്ന് കിട്ടും അല്ലെ?
അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരിക? 1/2 pi I into 2 pi I into ഇൻ്റഗ്രൽ മീൻസ് പിന്നെ ഇൻ്റഗ്രലിൻ്റെ ആവശ്യമില്ല, ഇൻ്റഗ്രേഷൻ വേണ്ട. You can write like this. Into sum of residues is 3. അല്ലേ? ഇത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ you will get 3 is the answer. ഓപ്ഷൻ ഡി ആണ്, 3 ആണ് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുക. കറക്റ്റ് ആണ്. ഓക്കെ, 14ാമത്തെ ചോദ്യമാണ് നമ്മൾ പറഞ്ഞത്. 15ാമത്തെ ചോദ്യം നോക്കാം. ഇത് ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റൻ ആണ്. നോക്കിക്കോളൂ. ലെറ്റ് സിഗ്മ n from 0 to infinity alpha n z raised to n be the power series expansion of 1 minus z all raised to minus 3 about the origin. Then for each n alpha n is equal to alpha n എന്താണ് എന്നാണ് ചോദ്യം. ആൽഫ n എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇത് ഒരു 1 മൈനസ് എക്സ് ഓൾ റേസ് ടു മൈനസ് 3 എന്നുള്ള എക്സ്പാൻഷൻ നിങ്ങൾക്ക് അറിയുണ്ടാവും. അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ പക്ഷെ ജനറൽ ടേം ഒക്കെ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ എക്സ്പാൻഷൻ ഒക്കെ പഠിക്കുമ്പോൾ ആദ്യത്തെ 1-2 ടേമുകളൊക്കെയാണ് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക അല്ലേ. ലാസ്റ്റ് ടേമുകളൊക്കെ ചിലപ്പോൾ നമുക്കൊന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് വഴി എന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന ഒരു എക്സ്പാൻഷൻ ഉണ്ട്. എന്താണ്? 1 മൈനസ് സെഡ് ഓൾ റേസ് ടു മൈനസ് 1ന്റെ എക്സ്പാൻഷൻ നമുക്കറിയാം. ഇതെന്താണ്? 1 പ്ലസ് സെഡ് പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് സെഡ് ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് സെഡ് റേസ് ടു n plus z raised to n plus 1 plus z raised to n plus 2 plus etc. അങ്ങനെ പോകുന്ന എക്സ്പാൻഷൻ ആണ് which is sigma z raised to n. ഇതാണ് ജനറൽ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുക. അപ്പോൾ ഇവിടുത്തെ an എന്ന് പറയുന്നത് എന്താണ്? ആൽഫ n എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ശരിയല്ലേ? ഇതെല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആണ്. ഇനി അടുത്ത മറ്റ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ 1 മൈനസ് z raised to minus 2, 1 മൈനസ് z raised to minus 3, 1 മൈനസ് z raised to minus 4 ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? മൈനസ് 1 ഇൻറ്റു 1 മൈനസ് സെഡ് റേസ് ടു മൈനസ് 1 മൈനസ് 1 മൈനസ് 2 ഇൻറ്റു 1 മൈനസ് സെഡിന്റെ ഡെറിവേറ്റീവ്, സെഡിന്റെ ഡെറിവേറ്റീവ് മൈനസ് സെഡിന്റെ ഡെറിവേറ്റീവ് മൈനസ് 1 വരും. therefore it becomes പ്ലസ്. ഇത് പ്ലസ് ആയിട്ട് വരും. അപ്പോൾ 1 മൈനസ് സെഡ് ഓൾ റേസ് ടു മൈനസ് 2 എന്ന് പറഞ്ഞത് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്നതാണ്. എന്താ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടാത്ത? 0 വരും. പിന്നെ ഇവിടെ വരുന്നത് 1 പ്ലസ് 2z പ്ലസ് 3z സ്ക്വയർ പ്ലസ് 4z ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് nz raised to n minus 1 പ്ലസ് n plus 1 z raised to n പ്ലസ് n plus 2 z raised to n plus 1 പ്ലസ് എക്സെട്ര അങ്ങനെ പോകും അല്ലേ. അപ്പോൾ നോക്കൂ, ഇതിന്റെ ജനറൽ ടേം എന്താണ് നമ്മൾ എഴുതുക? ദിസ് ഇസ് സിഗ്മ n plus 1 into z raised to n. ഓക്കെ, ഒന്ന് മീൻസ് രണ്ടാമത്തത്. ഇനി നെക്സ്റ്റ് ഇതിനൊന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മൈനസ് 2 ഇൻറ്റു 1 മൈനസ് സെഡ് റേസ് ടു മൈനസ് 3 ഇൻറ്റു മൈനസ് 1. therefore it becomes പ്ലസ് 1. ഓക്കെ, അപ്പോൾ അത് പ്ലസ് 1 ആയിട്ട് വരും. അപ്പോൾ ഇവിടെ ഒരു 2 അഡീഷണൽ ആയിട്ട് ഉണ്ടാവും. സാധാരണത്തേനേക്കാളും ഒരു അഡീഷണൽ 2 ഉണ്ടാവും. ഇനി ഇത് നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? 1ന്റെ ഡെറിവേറ്റീവ് 0 മീൻസ് 0 എന്ന് കിട്ടും. പിന്നെ 2 പ്ലസ് 6z സെഡ് പ്ലസ് 12z സ്ക്വയർ പ്ലസ് എക്സെട്ര. അതൊന്നും നമുക്ക് വേണ്ട, ലാസ്റ്റ് ടേമുകളാണ് നമുക്ക് വേണ്ടത്. n into n minus 1 into z raised to n minus 2 plus n plus 1 into n into z raised to n minus 1 plus n plus 2 into n plus 1 into z raised to n plus etc. എന്ന് പോകും. ശരിയല്ലേ? അപ്പോൾ ഇതിന്റെ ജനറൽ ടേം നോക്കിയേ. ഇതിന്റെ ജനറൽ ടേം എന്താ വരിക? സിഗ്മ n plus 2 into n plus 1 z raised to n. പക്ഷെ ഇവിടെ എന്തൊരു കുഴപ്പമുണ്ട്? ഈ 1 മൈനസ് z raised to minus 3 അല്ല, ഇതിന്റെ ഫ്രണ്ടിൽ ഒരു 2 കൂടെ ഉണ്ട് അല്ലെ. ആ 2 എടുത്തിട്ട് നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്യും. therefore ആൽഫ n എന്ന് പറഞ്ഞത് എന്താ കിട്ടുക നമുക്ക്? n plus 2 ഇൻറ്റു n plus 1 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. അങ്ങനെയാണ് ഇവിടെ ആൻസർ എന്ത് വരുന്നത്? ഓപ്ഷൻ സി എന്ന് വരുന്നത്. നിങ്ങൾക്ക് 1 മൈനസ് സെഡ് റേസ് ടു മൈനസ് 3യുടെ എക്സ്പാൻഷൻ ഡയറക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഓക്കെ, അതിന്റെ ജനറൽ എക്സ്പാൻഷൻ വരുന്നത് ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് പഠിച്ചു വെക്കാവുന്നേ ഉള്ളൂ. എന്താണ് 1 മൈനസ് സെഡ് റേസ് ടു എന്നിന്റെ കോഎഫിഷ്യന്റ് വരിക? ഒക്കെ 1 ആണ് വരിക അല്ലെ. ഇനി 1 മൈനസ് സെഡ് റേസ് ടു മൈനസ് 2ന്റെ കോഎഫിഷ്യൻസ് എന്താ വരിക? n പ്ലസ് 1 ആണ് വരിക. ഓക്കെ, അപ്പൊ n 1 കൊടുക്കുമ്പോൾ നമുക്ക് 2 ആണ് കിട്ടുക. 2 കൊടുത്താൽ 3 കിട്ടും, 3 കൊടുത്താൽ 4 കിട്ടും അല്ലെ. ഓരോ ടേമിന്റെയും ഒന്ന് കൂടിയിട്ടുള്ള കോഎഫിഷ്യന്റ് ആണ് വരിക. അങ്ങനെയാണെങ്കിൽ 1 മൈനസ് സെഡ് റേസ് ടു മൈനസ് 3യുടെ കോഎഫിഷ്യന്റ് എന്താണ്? ഇപ്പോൾ n പ്ലസ് 2 ഇൻറ്റു n പ്ലസ് 1 ബൈ 2. ശരിയല്ലേ? ഇനി ഇതിൽ 1 മൈനസ് സെഡ് റേസ് ടു മൈനസ് 4ന്റെ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഇതുപോലെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അപ്പൊ അവിടെ ഡിവൈഡഡ് ബൈ 6 ആണ് വരിക. ഓക്കെ,
അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ പഠിച്ചു വെക്കുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിലുള്ള ഈ വരുന്ന ടൈപ്പ് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ഈ 3 പാർട്ട് വെച്ച് നമ്മുടെ കോംപ്ലക്സ് അനാലിസിസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി നമുക്ക് റിയൽ ചെയ്യാനുണ്ട്, മറ്റ് മൊഡ്യൂൾസ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു മൊഡ്യൂൾ, ഏതെങ്കിലും ഒരു യൂണിറ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം. റിയൽ തന്നെ ചെയ്യാൻ നോക്കട്ടെ. സമയം കിട്ടുകയാണെങ്കിൽ റിയൽ ചെയ്യാം. റിയലിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കി ചെയ്യേണ്ടതാണ്. ഒന്ന് പ്രിപ്പറേഷൻ കുറച്ച് കൂടുതൽ വേണം എന്നുള്ളതുകൊണ്ട് റിയൽ കുറച്ച് നോക്കാം. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വേറെ ഏതെങ്കിലും സബ്ജക്റ്റുകളുണ്ടോ എന്നുള്ളത് നോക്കാം. ഡിഫറൻഷ്യൽ ഇക്വേഷനോ അങ്ങനെ നമ്പർ തിയറിയോ അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോസ് ചെയ്ത് പോവാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.